ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സ്ലീവ്ലെസ് ടോപ്പാണ്. ബാക്കിൽ കെട്ടൊക്കെ വെച്ചിട്ട് ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചിരിക്കുന്ന ഒരു ഗ്രീൻ കളർ സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ലൈനിങ് ആയിട്ടും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ക്ലോത്താണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് കോട്ടൺ ക്ലോത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. എനിക്ക് ഈ ടോപ്പിന് ആവശ്യമുണ്ടായിരുന്ന ലെങ്ത്ത് 9 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ മേളിൽ തയ്യൽ തുമ്പ് ഒരു 0.5 ഇഞ്ചസും താഴെ ഒരു 1 ഇഞ്ചസ് തയ്യൽ തുമ്പും ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടും ആഡ് ചെയ്തിട്ട് ഒരു 10.5 ഇഞ്ചസ് ഞാൻ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 10.5 ഇഞ്ചസ് ആണ് എൻ്റെ ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ ഈ ടോപ്പിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് 16 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 6 ഇഞ്ചസ് ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 5.5 ആണ് എനിക്ക് ഈ ടോപ്പിന് ആവശ്യമായിട്ടുള്ള വിഡ്ത്ത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്തു. അപ്പം നമ്മൾ ഫാബ്രിക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ആദ്യം മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഷോൾഡർ വിഡ്ത്തുമാണ്. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനൊരു 2 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഒരു 2 ഇഞ്ചസ്. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്തിട്ട് നമ്മളിനി ഡെപ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അണ്ടർ ആംസ് ഡെപ്ത്ത് ഒരു 3.5 ഇഞ്ചസ് ആണ് എനിക്ക് വേണ്ടത്. പിന്നെ നെക്കിൻ്റെ ഡെപ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 2.5 ഇഞ്ചസ്. അപ്പോൾ അത് രണ്ടും ആ രണ്ട് ലൈൻസും വരച്ചു. അതുപോലെ തന്നെ അതിങ്ങനെ ഹൊറിസോണ്ടലി ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഷോൾഡർ ഷേപ്പിംഗ് ചെയ്യാനായിട്ട് ഞാനൊരു 0.5 ഇഞ്ചസ് മേളിൽ നിന്ന് ഒരു 0.5 ഇഞ്ചസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നെക്ക് ലൈനിൽ നിന്ന് അണ്ടർ ആംസിൻ്റെ ലൈനിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ചിട്ടുണ്ട്. അടുത്തത് അണ്ടർ ആംസിൻ്റെ ഷേപ്പിംഗ് ആണ്. അപ്പോൾ ആ കോർണർ പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കർവ് വരച്ച് അണ്ടർ ആംസ് ഞാൻ ഷേപ്പ് ചെയ്യുകയാണ്. അടുത്തത് നെക്കിൻ്റെ ഡിസൈനാണ്. ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ സ്ലീവ്ലെസ് ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് 2 ഷീറ്റ് ഓഫ് പേപ്പറിലാണ് ഞാൻ ഈ മാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് അത് ഞാൻ ആദ്യം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ മാർക്കിങ്സിലൂടെ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പോർഷൻ്റെ മാർക്കിങ്സാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫ്രണ്ട് പോർഷൻ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക് നെക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചസ് മാത്രമേ ഇറക്കമുള്ളൂ. പിന്നെ സ്ക്വയർ നെക്കാണ് ഞാൻ വരച്ച് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അണ്ടർ ആംസിൻ്റെ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് കോർണർ പോയിൻറ്റിൽ നിന്ന് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് പോർഷൻ്റെ വിഡ്ത്ത് ഫ്രണ്ട് പോർഷൻ്റെ വിഡ്ത്തിനേക്കാളും ഒരു 1/2 ഇഞ്ച് ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് ഒരു 5 ഇഞ്ചസ് ആണ് എനിക്ക് ആവശ്യം. സോ ഞാൻ നെക്ക് പോർഷനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാറ്റേൺ പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാനിതിനെ തുണിയിൽ വെച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ തുണി മടക്കി വെച്ചിട്ട് അതിൻ്റെ നെക്ക് സൈഡ് ഈ മടങ്ങിയ എഡ്ജുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ആ ഫ്രണ്ട് പോർഷൻ സിംഗിൾ പോർഷനായിട്ട് ഇങ്ങനെ സിംഗിൾ പീസായിട്ട് കിട്ടി. പിന്നെ ബാക്ക് പോർഷൻ ഞാൻ 2 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ആക്ച്വൽ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും സെയിം പാറ്റേൺ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ആക്ച്വൽ ക്ലോത്തിനെയും ഈ ലൈനിങ് ക്ലോത്തിനെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ എഡ്ജ് 2 ഷോൾഡേഴ്സിൻ്റെയും എഡ്ജസ് ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്.
സോ ഇപ്പോൾ ആക്ച്വൽ ക്ലോത്തും ലൈനിങ് ക്ലോത്തിൻ്റെയും ഷോൾഡേഴ്സ് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ആക്ച്വൽ ക്ലോത്തിൻ്റെ മീതെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട്, അതായത് നല്ല വശങ്ങൾ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നെക്കും സെൻറ്റർ പോർഷനും പിന്നെ അണ്ടർ ആംസിൻ്റെ പോർഷനും ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് പോലെ ആ എൻറ്റയർ പോർഷൻ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതുപോലെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്കും അണ്ടർ ആംസും ഈ സെൻറ്റർ പോർഷനും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നല്ല വശം ഈ ഷോൾഡർ ഗ്യാപ്പിലൂടെ പുറത്തെടുക്കണം. അത് പുറത്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ എഡ്ജസ് എല്ലാം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്, ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ കോർണേഴ്സും എല്ലാം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിത് നല്ല വശം പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോൾ എഡ്ജസ് എല്ലാം കുറച്ചും കൂടി ക്ലീനായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം ട്രിം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതിനെ ഈ ഷോൾഡറിൻ്റെ ഗ്യാപ്പില്ലേ, ഈ ഷോൾഡറിൻ്റെ ഗ്യാപ്പിലൂടെ ഈ ബാക്ക് പോർഷന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആ ഷോൾഡറിൻ്റെ ഗ്യാപ്പിലൂടെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഇൻസൈഡ് ഔട്ട് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡ്സും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങും ബാക്ക് പോർഷൻ്റെ ലൈനിങ് ക്ലോത്തും രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത്സും അതുപോലെ തന്നെ ആക്ച്വൽ ക്ലോത്ത്സും ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ രണ്ട് സൈഡ്സും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ടോപ്പിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി ഒരു 1/2 ഇഞ്ചും കൂടി മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ താഴെയും കൂടി മടക്കി അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളിലാണെങ്കിലും നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബാക്ക് പോർഷനിൽ ബട്ടൺ ഹോൾസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. രണ്ട് സൈഡിലും ബട്ടൺ ഹോൾസ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു വള്ളി ഇട്ട് കൊടുത്തു. നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.